എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ 2-3 ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അമിത്തിനോടാണ് എനിക്ക് ശ്രീകാന്തിന് നമ്മൾ ഫ്രണ്ട്സ് ആണ് അല്ലേ? അതെ. അത് ചോദിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. സർക്കാർ ഉദ്യോഗസ്ഥനാണോ അവൻ അഴിമതിക്കാരനാണ്, അല്ലെ പോലീസുകാരനാണോ അയാൾ കൈക്കൂലി മേടിക്കും? ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടുന്ന ഒരു രീതി ഇപ്പൊ കുറച്ചായിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആരുടെ വായിന്നും പുള്ളിയെ കുറിച്ച് ഒരു നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ജയ് മഹേന്ദ്രൻ വെബ് സീരീസിന്റെ സംവിധായകൻ ശ്രീകാന്ത് മോഹനും നടൻ അമിത് മോഹനുമാണ് ഇന്ന് ന്യൂസ് മലയാളത്തിനോടൊപ്പം ഉള്ളത്. വെൽക്കം. നമസ്കാരം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ജയ് മഹേന്ദ്രന്റെ ഒരു സ്റ്റാർട്ടിങ് എവിടുന്ന, എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞിട്ട് നമുക്ക്. ജയ് മഹേന്ദ്രൻ റൈറ്റർ രാഹുലേട്ടൻ, അദ്ദേഹമാണ് ഷോ റണ്ണറും. രാഹുലേട്ടന്റെ ലൈഫിൽ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ 2019 ആ സമയത്ത് ഒരു സിനിമ എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു തുടങ്ങിയത്. 2019 നമ്മൾ കുറച്ച് നമ്മുടെ ടീമിലുള്ള കുറച്ച് പേര് താലൂക്ക് ഓഫീസുകളിലൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് ഓഫീസേഴ്സിനെ മീറ്റ് ചെയ്ത് നമ്മൾ കിട്ടാവുന്ന അവിടുത്തെ ഇൻസിഡൻസും എല്ലാ ഇൻഫർമേഷൻസും എല്ലാം എടുത്ത് ഇത് കൊള്ളാലോ, ഇതുവരെ നമ്മൾ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്, കോടതി കണ്ടിട്ടുണ്ട്, പക്ഷെ താലൂക്ക് ഓഫീസ് എന്ന് പറയുന്നത് നമ്മളൊരു മെയിൻ കഥ നടക്കുന്ന കഥാപരിസരമായിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് കൊള്ളാം, ഇവിടെ കുറെ മനുഷ്യന്മാർ വരുന്നതാണ്, ഇവിടുത്തെ ഓഫീസേഴ്സിന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അവർക്ക് കോമഡി ആയിട്ടുള്ള ഇൻസിഡൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്, നല്ലൊരു എസ്പെഷ്യലി ഒരു സീരീസിന് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഈ കഥ ഉണ്ടായി വരുന്നത്. പിന്നെ നമ്മളെ രാഹുലേട്ടൻ്റെ അതേ പ്രൊഡക്ഷൻ ഹൗസ് ആണ് കേരള ക്രൈം ഫയൽസ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് ഷൂട്ട് നടക്കുന്നതിന്റെ പാരലി തന്നെ സോണി ലിവ് ആയിട്ടൊരു സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കഥ പിച്ച് ചെയ്തു. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇതൊരു സീരീസിന്റെ കണ്ടന്റ് ഉണ്ടെന്ന് അവർ പറയുകയും അതൊക്കെ മനസ്സിലാവുകയും അവർ നമ്മളോട് ഇതിന്റെ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയായിരുന്നു. അമിത് എങ്ങനെ അതിലേക്ക് വരുന്നത്? എനിക്കും ശ്രീകാന്തിനും നമ്മൾ ഫ്രണ്ട്സ് ആണ് അല്ലേ? അതെ. ചെറിയ പരിചയം ഉണ്ടെന്നേ ഉള്ളൂ. ഇല്ല, നമ്മള് ആക്ച്വലി തോൽവി എഫ് സി ഇതിനു മുമ്പ് ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അതില് ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ശ്രീകാന്ത്. പിന്നെ മാത്രമല്ല ആക്ടറുമാണ് ശ്രീകാന്ത്. അപ്പൊ നമ്മൾ ഒന്നിച്ചായിരുന്നു അതിന്റെ അകത്തുള്ള കോമ്പിനേഷൻസ് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ തമ്മിൽ പരിചയമുണ്ട്, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ശ്രീകാന്ത് ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീകാന്ത് എന്തെങ്കിലും പരിപാടി ഉണ്ടോ, തരുമോ എനിക്ക് എന്തെങ്കിലും എന്നുള്ള കാര്യം ഞാൻ ശ്രീകാന്തിനെ വിളിച്ചു വെച്ചു. ശ്രീകാന്ത് എനിക്കൊന്ന് ആദ്യം എനിക്കൊന്നും പരിപാടി ഇല്ല എന്നുള്ള രീതിയിലാണ് ശ്രീകാന്ത് പറഞ്ഞത്. പക്ഷെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വിളിച്ചിട്ട് എടുത്ത് പറഞ്ഞു, എടാ ഒരു പരിപാടിയുണ്ട്, അത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്തൊരു ടെറൈൻ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന ഇപ്പോഴത്തെ ഒരു ക്യാരക്ടറാണ്, ഇത് കുഞ്ഞു പരിപാടിയാണ്, ഇത് പിടിക്കുന്നു, ഇതിന്റെ ത്രൂ ഔട്ട് ബാക്കി വരുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ ഡെവലപ്പ് ആകും എന്നെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം, ഉറപ്പായിട്ടും സീരീസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ക്യാരക്ടറിനും അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഇതിപ്പോ ഈ ഒരു സീസണിൽ ഒരു സീനോ 2 സീനോ ഉള്ളായിരിക്കാം. പക്ഷെ ഈ ക്യാരക്ടറിന് ഈ മെയിൻ കഥാപാത്രങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ. അപ്പം അന്ന് ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ വളരെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത്, പക്ഷെ ഇത് ഫർദർ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇവിടെ തീരുന്ന ഒരാളെല്ലാം തോന്നുന്നു നമ്മൾ ചിന്തിക്കുമ്പോ. നീ വരുന്നോ ചെയ്യുന്നോന്ന് ചോദിച്ചപ്പം വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ടാകും. ഇതിലിപ്പം അധികാരം ദുരുപയോഗം ചെയ്യുന്നതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പിന്നെ സാധാരണക്കാരുടെ ഒരു സ്ട്രഗിളിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ 2 വിഷയവും സംസാരിക്കണം എന്ന് തോന്നാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? അധികാര ദുർവിനിയോഗം എന്നുള്ളത് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള രീതിയിലല്ല ഇത് കഥ ഡെവലപ്പ് ചെയ്തിരുന്നത്. നമ്മളെല്ലാം ഒരൊറ്റ ഫോൾഡറിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി, എല്ലാ ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാണ്. ഇന്ന് നമ്മുടെ സിനിമയും നമ്മുടെ മെയിൻ സ്ട്രീം സിനിമയെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഒരു ബോധം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥനാണോ അവൻ അഴിമതിക്കാരനാണ്, അല്ലെ പോലീസുകാരനാണോ അയാൾ കൈക്കൂലി മേടിക്കും, ഇങ്ങനെ ഒരു ബോധമാണല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഈ ജയ് മഹേന്ദ്രനിൽ നമ്മൾ ശരിക്കും സിസ്റ്റത്തിന്റെ കുറെ ഗൈഡ് ലൈൻസ് കൊണ്ടും സിസ്റ്റം എഴുതി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൊണ്ടും ഇവരുടെ കൈകൾ ഹാൻഡ്സ് ആർ ടൈഡ് എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവർക്ക് പല കാര്യങ്ങളും സിസ്റ്റം നടന്നു പോകാൻ വേണ്ടി പല ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇപ്പം ഇന്നത്തെ ഒരു സീനിൽ അമിത് വരുന്നൊരു ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതേ സമയത്ത് തന്നെ വേറൊരു ആവശ്യമായിട്ട് വേറൊരാളും വരുന്നുണ്ട്. അപ്പം അമിത്തിനെ കൊണ്ട് ആ ആവശ്യം നടത്തിക്കുക എന്നുള്ളതാണ്. അവരുടെ നിവൃത്തിയില്ല. കാരണം ഇവിടെ പലരും പല ഓഫീസുകളിലും ചിലപ്പം കറണ്ട് ബില്ലും ഒക്കെ
ഇവർ ഓഫീസേഴ്സ് തന്നെ പിരിച്ചിട്ടാണ് അടയ്ക്കുന്നത്. കാരണം ഇത് ബില്ല് മാറി വരാനൊക്കെ ഉള്ള ഒരു കാലതാമസമുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഇപ്പൊ പെട്രോൾ അടിക്കണം, എവിടെയെങ്കിലും പോകണം ഓഫീസേഴ്സിന്, പെട്രോൾ അടിക്കണം, അപ്പം ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഇവർക്ക് ഉണ്ടാകുന്ന കുറെ ദുർവിനിയോഗം എന്നുള്ളതല്ല, പരിപാടി നടന്നു പോകാൻ വേണ്ടി ഇവർ കുറെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരികയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. അതായത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ. അത് പലരും സത്യസന്ധരായിട്ടുള്ള ഓഫീസേഴ്സ് ആണ്, അല്ലെ മോസ്റ്റ്ലി അങ്ങനെയുള്ളവരാണ്. ഇവർക്ക് കള്ളത്തരം ചെയ്യണമെന്നോ അല്ലെ ഈ പൈസ കൊണ്ട് ഈ പുട്ടടിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരല്ല. പക്ഷെ ഇതൊക്കെ നടന്നു പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അവസ്ഥ. സൈജു കുറുപ്പിലേക്ക് എങ്ങനെ എത്തുന്നത്? സൈജു ചേട്ടന് നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. നമ്മൾ 2018 രാഹുലേട്ടൻ ഡയറക്ട് ചെയ്ത ഡാഗിനി എന്ന് പറഞ്ഞ സിനിമയിൽ സൈജു ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഞാൻ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പൊ സൈജു ചേട്ടൻ്റെ ഒരു പെക്യുലർ നേച്ചർ എന്ന് വെച്ചാൽ സൈജു ചേട്ടൻ അന്നേ വളരെ മാന്യമായിട്ടാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. കാരണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട് ഇത്രയും മാന്യമായിട്ട് എന്തിനാ സംസാരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷെ ഡയറക്ടറിനോട് സംസാരിക്കുന്നതിലും ബഹുമാനത്തിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറോട് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് അന്ന് പുള്ളി ഷൂട്ട് കഴിഞ്ഞ് പോകാൻ നേരത്തെ എനിക്ക് 2 വാച്ച് തന്നു. ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അത്രയും നല്ല മനുഷ്യൻ എന്തിനാ പെരുമാറുന്നത്. പിന്നെയാണ് മനസ്സിലായത് പുള്ളി ആ കാലത്ത് അടുത്ത സിനിമ ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണല്ലോ. പുള്ളി എല്ലാ സിനിമയിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് വാച്ചും ബാഗും ബെൽറ്റും അങ്ങനെ എല്ലാം കണ്ണാടിയും ഒക്കെ കൊടുത്തോണ്ടിരുന്നതാണ്. അപ്പം അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് സൈജു കുറുപ്പ് എന്ന് പറയുന്നത്. ഇപ്പം സിനിമയിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള 6 വായിൽ നിന്നും പുള്ളിയെ കുറിച്ച് ഒരു നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അത് ഞാൻ റിസർച്ച് ആയിട്ട് എൻ്റെ ഭാഗം ഞാൻ എല്ലാവരോടും ചോദിച്ചു വരെ നോക്കിയിട്ടുണ്ട്, പലരോടും ഒരു 19 പേരോട്. പക്ഷെ എനിക്ക് ഇതുവരെ നെഗറ്റീവ് കമന്റ് കിട്ടിയിട്ടില്ല. അപ്പം ഞാനൊരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഡയറക്ട് ചെയ്യുന്നതാണ്. അപ്പോഴത്തേക്ക് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെയിൻ നടൻ വേണം. ആ ഒരു ചിന്തയിൽ നിന്നാണ് സൈജു ചേട്ടനിലേക്കുള്ള ആദ്യത്തെ ചിന്ത പോയത്. പിന്നെ നമ്മൾ കഥ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴും ഈ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സൈജു ചേട്ടൻ ഭദ്രമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരുന്നു. കാരണം സൈജു ചേട്ടൻ അതുപോലത്തെ കോമഡി അതിനകത്ത് ഹ്യൂമർ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ആ ക്യാരക്ടർ ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ കുറച്ചൊന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് വരുന്നു എന്നുള്ള ഒരു ജേണിയൊക്കെ സൈജു ചേട്ടൻ അത് ചെയ്യാൻ പറ്റും എന്നുള്ള നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ സമാധാനപൂർവ്വമായി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ പുള്ളിക്ക് ഇത് പുൾ ഓഫ് ചെയ്യാന്ന് നമുക്ക് സംശയമില്ല, വേറെ സംശയം ചർച്ചയില്ലായിരുന്നു. പിന്നെ സോണി ലിവിന്റെ ഭാഗത്തുനിന്നും പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തുനിന്നും സൈജു കുറുപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. യെസ്, ഇനി വേറെ ചിന്തിക്കണ്ട, നമുക്ക് ഇദ്ദേഹമായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അമിത്തിന് ഇതിലുള്ള ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാ ചെറിയൊരു ഇതേ ഉള്ളൂ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് ആളുകളിൽ സ്ട്രൈക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സീക്വൻസ് ആണെന്ന് തോന്നുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അത് എല്ലാം കൂടെ എനിക്കൊരു അപ്ഡേറ്റ് പരിപാടി എന്തോ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഈ പറയുന്ന ഈ സെറ്റും പരിപാടി ഇവരുടെ ഒരു ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന രീതിയും അവരത് എക്സിക്യൂട്ട് ചെയ്തൊക്കെ ഭയങ്കര രസമായിട്ടാണ്. അപ്പൊ എനിക്കത് ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ള സാധനം ഒന്നും എനിക്കറിയില്ല. പിന്നെ ശ്രീകാന്തൊക്കെ എനിക്ക് വളരെ കൂടെ നിന്ന് ശ്രീകാന്ത് ഉണ്ടായിരുന്നു, രാഹുലേട്ടൻ ഉണ്ടായിരുന്നു. ശ്രീകാന്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. രാഹുലേട്ടനൊക്കെ അതിന്റെ അഭിനയിച്ച് ഇറക്കുന്നതായിരുന്നു ആ സമയത്ത്. രാഹുലേട്ടൻ അധികം കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, അഡ്ജസ്റ്റ് ചെയ്യണം, ഇത് നിന്നുള്ള സ്പീഡ് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രീകാന്ത് നമ്മളെ കംഫർട്ട്. പിന്നെ സൈചേട്ടനായാലും നമ്മൾ ഓപ്പോസിറ്റ് കൂടെ നിൽക്കുന്നവരും പിന്നെ ആനന്ദേണ്ണും എല്ലാം നമുക്ക് അറിയാം. സൈചേട്ടനാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. പക്ഷെ എന്നാൽ പോലും പുള്ളി നമ്മളെ ഭയങ്കര ഒരു കംഫർട്ട് സ്പേസിൽ നിർത്തും. നമുക്ക് ആ ഒരു കംഫർട്ട് സ്പേസ് കിട്ടുമ്പോഴത്തേക്ക് നമുക്കും ചെയ്യാൻ നമുക്കൊരു ഇതുണ്ടാകും. അതാണ് ആക്ച്വലി ഇവനുള്ള ഫസ്റ്റ് സീനിനകത്ത് വൈറ്റ് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സൈച്ചോണ്ട് എന്നെ വിളിപ്പിച്ചു, ഒന്ന് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇപ്പാൾ ഇവനോട് എങ്ങനെ ഞാനിത് പറയും, ഇവനെ മാറ്റണം, അങ്ങനെ വർക്ക് ആവാത്തോണ്ടാണോ എന്നും അറിയില്ലല്ലോ. ആരാ ഇവൻ, അടിപൊളിയായിട്ടാണല്ലോ ഇവൻ ചെയ്യുന്നത്, ചേട്ടാ ചെറിയ അഭിനയിക്കുന്നൊക്കെ ആളാണ്, ചെറിയ എഴുത്തൊക്കെ ഉള്ള, അങ്ങനെ ഭയങ്കരമായിട്ടാ ചെയ്യുന്നത്. അങ്ങനെയാണ് കൊള്ളാന്ന് പറഞ്ഞു കേട്ടോ, ചെയ്തു. നമുക്ക് ആ സ്പേസ് കറക്റ്റ് ആക്കി കിട്ടുമ്പോ പിന്നെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ശ്രീകാന്തിനും അറിയാം. വാഴയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ ചേട്ടൻ ഡബിനൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഇവനൊരു ഭയങ്കര റേഞ്ചിൽ പോവാൻ ചാൻസ്, കേരളല്ല റേഞ്ചിൽ പോയി റേഞ്ചിൽ പോവാൻ സാധ്യതയുള്ളൊരു നടനാണ്. കാരണം ഒരു സീൻ അവൻ സ്ക്രിപ്റ്റ് സീൻ വായിച്ചു, അവനത് ചെയ്തു, ഈസി ആയിട്ട് പെർഫോം ചെയ്ത് പോയി. അപ്പൊ അവനതുകൊണ്ട് നന്നായി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ സീനാണെങ്കിൽ പോലും നമ്മളെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? ലൈക്ക്
അങ്ങനെ ഇത് ഇന്റൻഷനലി വെബ് സീരീസ് എന്നുള്ളൊരു ഫോർമാറ്റിന്റെ ഒരു ഭംഗിയും കൂടെയാണത്. നമുക്ക് ചെറിയൊരു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് ആലോചിക്കുമ്പം കുറച്ച് നീട്ടി ആലോചിക്കാം. നമുക്ക് 2 മണിക്കൂർ തീർക്കണം എന്നൊരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ടും നമുക്കിപ്പം കഥ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നുള്ളത് നമുക്ക് ഇപ്പം 6 എപ്പിസോഡ് എന്നല്ല 7 ആക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ആ ഫ്രീഡം ഉള്ളത് കൊണ്ട് ഒരു ക്യാരക്ടർ ഇത്രേ ഉണ്ടാകാവുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ക്യാരക്ടർ ഈ എപ്പിസോഡ് വന്നാലോ, 4ാമത്തെ എപ്പിസോഡ് വന്നാലോ, 5ാമത്തെ എപ്പിസോഡ് വന്നാലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്യാരക്ടറിൻ്റെ ഇതിനകത്ത് ഇവൻ കാസ്റ്റിംഗ് ആണെങ്കിൽ പോലും നമ്മുടെ ഡയറക്ഷൻ ടീം കുറേ ദിവസങ്ങളെടുത്ത് ഓരോ ചെറിയ റോളിലേക്കുള്ളവരെയും കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഷൂട്ട് 19-60 ദിവസങ്ങൾ നീണ്ടു പോകുമ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചവരെ പലരെയും നമുക്ക് കിട്ടണമെന്നില്ല. അവരുടെ ഡേറ്റ്സ് മാറും. അങ്ങനെ അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ 2-3 ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് വന്നത്. അമിത്തിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, വാഴയിലെ എന്താ വൈകി ആദ്യമേ ചോദിക്കണ്ടെന്ന് കരുതി. അത് ചോദിക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ല. പെർഫോമൻസിന്റെ ബേസിൽ കുറച്ച് വിമർശനവും ട്രോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ പൊതുവെ വന്ന ഒരു സിനിമ അവിടെ ഡിസ്കഷൻ ആയതിനു ശേഷം പിന്നെ OTT വരുമ്പോൾ വീണ്ടും കീറി മുറിച്ച് ഭയങ്കരമായിട്ട് ഡിസ്കഷൻ ആവുന്ന, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടുന്ന ഒരു രീതി ഇപ്പൊ കുറച്ചായിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നും അറിയില്ല. പക്ഷെ എനിക്കൊന്ന് കാണുന്നത് എവിടെയാണെങ്കിലും ആളുകൾക്ക് നല്ലത് പറയാൻ ചീത്ത പറയാനുള്ള അവകാശമുണ്ട്. അവർക്ക് അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാവും. അവര് ആ സെൻസിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഞാൻ ആ സെൻസിലേ കാണുന്നേ ഉള്ളൂ. പക്ഷെ ആളുടെ മറുപടി ഭയങ്കര കരഞ്ഞല്ലേ, കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാരും കളിയാക്കുന്നെന്ന് പറഞ്ഞു, പറഞ്ഞത് എന്നെ ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. എല്ലാം പുറത്തൊരു സുഹൃത്തായതുകൊണ്ട് കേട്ടോ. അയ്യോ ഇല്ലല്ല, അവനറിയാം. എന്നെക്കാളും വളരെ വ്യക്തമായിട്ട് അവനറിയാം. അല്ല, കീറി മുറിക്കുന്നു എന്നുള്ളതല്ല, ഈ പറയുന്ന അഭിപ്രായങ്ങൾ വരും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ആളുകൾ പറയും. പക്ഷെ അമിത്തിനെ സംബന്ധിച്ച് എത്ര പേര് മോശമായി പറഞ്ഞോ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ തന്നെ അതിന് പോസിറ്റീവായിട്ട്, എന്റെ പെർഫോമൻസിനെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഇങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞത് കൊണ്ടാണ് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഒരുപാട് പേര് അതിന് മുന്നോട്ട് വന്നത്. അത് ആക്ച്വലി ഭയങ്കര നല്ല കാര്യം. അപ്പൊ ഈ പറയുന്ന പോലെ ഇനി മുന്നോട്ടുള്ള വർക്കുകൾ ചെയ്യുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരെ ഇഷ്ടപ്പെടുത്തണം എന്നാണ് ഞാൻ കരുതുന്നത്. അത്രേ ഉള്ളൂ അതിന്റെ അകത്ത്, വേറെ കാര്യമൊന്നുമില്ല. ഈ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാൻ പറ്റും. അമിത്തിന്റെ റെസ്പോൺസ് ഭയങ്കര രസമായിരുന്നു. അല്ല, ഞാൻ തന്നെ വിചാരിച്ചാൽ സംഭവിച്ച എന്താ പ്രശ്നം. നമ്മളെല്ലാം കേൾക്കും, നമ്മളെല്ലാം, ഞാൻ FB-ലൊന്നും ആക്റ്റീവ് അല്ല, നമുക്ക് ഈ പറയുന്ന പോലെ അയച്ചു തരുന്ന സാധനം അപ്പൊ നമ്മളെല്ലാം അറിയുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു ഓക്കെ അങ്ങനെ ഒരു വശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിനെ മാനിക്കണമല്ലോ. അത്രേ ഉള്ളൂ അതിന്റെ അകത്ത്, വേറെ കൺഫ്യൂഷൻസ് വേണ്ടെന്ന് വരും. ഇപ്പൊ സുഹാസിനി മാം ഉണ്ട് ഇതിലൊരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആളെ എങ്ങനെയായിരുന്നു കാസ്റ്റിംഗ്? ഈ ഒരു ക്യാരക്ടർ ഒരു തഹസിൽദാറിന്റെ റോളാണ്. അത് നമ്മുടെ കഥയുടെ ഫ്ലോയ്ക്കകത്ത് ലേഡിയാണത് വരേണ്ടതും. അത് സൈജു ചേട്ടൻ്റെ ക്യാരക്ടർ മഹേന്ദ്രനുമായിട്ട് ചെറിയൊരു ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് ശരിക്കും ഒരു സ്ട്രോങ് ആർട്ടിസ്റ്റ് വേണം, സ്ട്രോങ് വുമൺ ഇമേജ് ഉള്ളൊരു ആർട്ടിസ്റ്റ് വേണമായിരുന്നു. അപ്പം നമ്മൾ കൺസിഡർ ചെയ്തു, നമ്മൾ ചിന്തിച്ചു, ആലോചിച്ചു. അപ്പം നമുക്ക് ഫൈനലൈസ് ചെയ്തത് സുഹാസിനി മാമിനോട് സംസാരിക്കാം എന്നുള്ള. അപ്പം ശരിക്കും എനിക്ക് പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എത്ര ഡെക്കേഡ്സ്, 2-4 ഡെക്കേഡ്സിന്റെ ഒക്കെ എക്സ്പീരിയൻസും ആയിട്ട് ഒരാൾ നമ്മുടെ സെറ്റിൽ വരുവാണ്. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ആക്ഷനും കട്ടും ഒക്കെ പറയുക. അത് പിന്നെ ഞാൻ മണ്ടത്തരം ഉണ്ടല്ലോ, ജന്മനാ ഉള്ള മണ്ടത്തരത്തിന്റെ പുറത്ത് നമ്മൾ അന്ന് പറയാം എന്ന് പറഞ്ഞ ഒരു സൂം കോളിലാണ് ആദ്യം പറയുന്നത്. സൂം കോളിൽ പറഞ്ഞു. പിന്നെ മാമിന്റെ സീൻസ് മാത്രം ഒന്ന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു. സൂം കോളിൽ സംസാരിച്ചപ്പോൾ തന്നെ മാം ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ആദ്യം മാമിന്റെ സീനായിട്ടല്ല പറഞ്ഞത്, ഫുൾ കഥയുടെ ഫ്ലോ പറഞ്ഞു. മാം ഇത് ഇങ്ങനത്തെ ഒരു കഥ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, ഇവൻ മലയാളത്തിൽ പണ്ട് ഇത് വരുമായിരുന്നു, ഇങ്ങനത്തെ കുറച്ച് നാടൻ റിയൽ ആൾക്കാരുമായി സംബന്ധിക്കുന്നത്. ഇപ്പം കുറച്ച് നാളായി ഇത് കണ്ടിട്ട്, നമുക്ക് ഇത് ചെയ്യാം, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഡേറ്റ്സിന്റെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നുള്ളത്, അതെല്ലാം നമ്മൾ മാനേജ് ചെയ്തു, മാമിന്റെ സൗകര്യത്തിന് മാനേജ് ചെയ്ത് വന്നു. വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കോൺസ്റ്റന്റ് പേടി ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നത്, മാം നമുക്ക് പറയുന്നത് ഇഷ്ടപ്പെടുവോ. സെറ്റ് എല്ലാം പിള്ളേർ സെറ്റാണ്. നമ്മുടെ ഡയറക്ഷൻ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരുമാണ്. പക്ഷെ അതേസമയം എല്ലാം പിള്ളേരാണ്, 25-26 വയസ്സാണ്. എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രായം അതിനകത്തുള്ളത്. അപ്പം
ഇവരെല്ലാം വർക്ക് ചെയ്യുമ്പോൾ മാം ഇത് സീരിയസ് ആയിട്ട് എടുക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മാം വന്ന് മറ്റേതൊരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഇത് പുതിയ ഡയറക്ടർ ആണെന്നുള്ള ഒരു ഇതുമില്ല. നമ്മൾ വളരെ റെസ്പെക്ട്ഫുള്ളിയാണ് നമ്മളോട് സംസാരിക്കുന്നത്, പെരുമാറുന്നു. അപ്പം നമ്മളോട് ചോദിക്കും നാളെ എത്ര മണിക്കാണ് ഞാൻ സെറ്റ് വരേണ്ടത്. ഞാൻ പറയും റെഡി ആയിട്ട് സെറ്റിൽ എപ്പോഴാണ് ഷൂട്ടിംഗ്, ഫസ്റ്റ് ഷോട്ട് എപ്പോഴാണെന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് മാം ഒരു 6 മണിക്ക് ഹോട്ടലിൽ നിന്ന്, അല്ല ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നൊക്കെ നിങ്ങൾ മറന്നോളൂ, നിങ്ങൾക്ക് എപ്പോഴാണ് ഫസ്റ്റ് ഷോട്ട് വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് 8 മണിക്ക് ഷോട്ട് വെക്കണം. ഓക്കെ, ബാക്കി മാം പിന്നെ വരുന്നതും മാം റെഡി ആവുന്നതും അതൊന്നും നമ്മുടെ ടെൻഷനല്ല. മാം പറയുന്നത് ഡയറക്ടർ എന്തിനാ ഇതൊക്കെ ടെൻഷൻ അടിക്കുന്നത്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു കുറേ വർഷമായിട്ട്, അസോസിയേറ്റ് ചീഫ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ബേസിക് ചിന്താഗതി ടൈം മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ 6 മണിക്ക് മാം ഇറങ്ങിയാൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി 1/2 മണിക്കൂർ ട്രാവല് എന്ന് പറഞ്ഞ് ഇങ്ങനെയാണല്ലോ നമ്മുടെ ചിന്ത പോകുന്നത്. അതെന്താ ഡയറക്ടർ ചിന്തിക്കുന്നത്? നിങ്ങൾ ഫസ്റ്റ് ഷോട്ട് എപ്പം വെക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതായിരുന്നു മാമിന്റെ. ആർട്ടിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ് വന്ന് റെഡി ആവുക, ഡയലോഗ്സ് പഠിക്കുക എന്നുള്ളത്. അത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു, നമ്മളൊക്കെ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മളൊരു ഞാൻ ചെറിയതായിട്ട് 1-2 സീനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളിലൊക്കെ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരുടെ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. പക്ഷെ 40 കൊല്ലമായിട്ട് ഇത് ചെയ്യുന്ന, നമുക്കൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വന്നിട്ട് സാറെന്നാ വിളിക്കുന്നത്, സാറ് ടെൻഷൻ അടിക്കണ്ട ഞാൻ വന്നോളാം. എന്നിട്ട് വന്ന് നമ്മുടെ അസോസിയേറ്റ് ഉണ്ട് ബൽരാജിന്റെ അടുത്ത് പോയി രാവിലെ വിളിച്ച് 6:30-ക്കൊക്കെ വന്നിരുത്തി ഡയലോഗ് തമിഴിൽ എഴുതും. ഓരോ സീനിലെ ഡയലോഗ് എഴുതി അത് റിപ്പീറ്റഡ്ലി പഠിക്കുക. എന്നിട്ട് സെറ്റ് വരുമ്പോഴത്തേക്കും ചോദിക്കും ഇതിനകത്ത് ഏതെങ്കിലും വ്യത്യാസം ഉണ്ടോ നമ്മൾ നേരെ പ്ലാൻ ചെയ്തതിൽ, എന്തെങ്കിലും ഒരു ചെറിയ ഡയലോഗ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് റിപ്പീറ്റഡ്ലി പറയും. എന്നിട്ട് എന്നോട് ആദ്യം വന്ന് പറഞ്ഞത് റീടേക്സ് പോകുന്നതിൽ ഒരു വിഷമവും വേണ്ട, കാരണം ഞാൻ കുറച്ച് നാളിന് ശേഷമാണ് മലയാളത്തിൽ അഭിനയിക്കുന്നത്. അപ്പം നിങ്ങൾ എത്ര വേണം, നിങ്ങൾ ഹാപ്പി ആവുന്നത് നോക്കി ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു. അവൻ്റെ സൈഡിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു മോശം അനുഭവം അങ്ങനെ അല്ല ഒരു ദേഷ്യപ്പെടുന്നതോ അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടേ ഇല്ല. അത് നമ്മുടെ മഹത്വമല്ല, മാമിന്റെ മഹത്വമാണ്. മാം ഈ മാഡം ഇത്രയും സിനിമ A to Z അറിയാവുന്നൊരു വ്യക്തി, ആ മീഡിയത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണ് നമ്മളോട് ബഹുമാനിക്കുന്നത്. അല്ലാതെ നമ്മൾ ജീവിതത്തിലൊന്നും വലുതായിട്ട് ചെയ്തിട്ടുള്ള കാര്യമൊന്നും കൊണ്ടല്ല. വളരെ പ്രൊഫഷണൽ ആയിരുന്നു. അത് എൻ്റെ ഭയങ്കര ലക്കായിട്ട് ഞാൻ കാണുന്നതാണ്. ഇതിനകത്ത് കാസ്റ്റ് ചെയ്ത എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകളാണ് ഇപ്പം നോക്കുമ്പോൾ. അപ്പം ഇതിനകത്ത് ആരും നമ്മളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മൾക്ക് ഒരു ടൈമിൻ്റെ ഡിലേയോ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുകയോ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് സഹിച്ചേട്ടൻ മുതൽ സുഹാസിനി മാം, മിയ, സുരേഷ് കൃഷ്ണ, ഇവരെല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇപ്പൊ അമിതിനോടാണ് പെട്ടെന്ന് ഞെട്ടുന്നത്. ഓക്കെ, വാഴയില് ഇപ്പൊ കോമഡി കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ ഒപ്പം തന്നെ ഇമോഷണൽ ആയിട്ടുള്ള സീനുകളും ഉണ്ടല്ലോ, ആ ട്രാക്കും കൂടി ഉണ്ടല്ലോ. സോ ആക്ച്വലി ഇതില് ഏതാണ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ട് ചെയ്യാൻ? ഇമോഷണലി ഉള്ളതാണോ അതോ കോമഡി ആണോ? എനിക്ക് കുറച്ചുകൂടെ എന്ത് തോന്നുന്നു ഡയറക്ടർ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ എന്റെ സോൺ ഈ പറയുന്ന വാഴയിൽ ചെയ്ത പോലെ ഒരു ക്യാരക്ടർ അല്ല ഞാൻ ലൈഫിൽ. ഞാൻ റിയൽ ലൈഫിൽ ഭയങ്കര ഹൈപ്പർ ആയിട്ട് നിൽക്കുന്ന, തെറിച്ചെറിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ. എനിക്ക് പക്ഷെ അതുകൊണ്ട് വാഴയിലെ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. കുറച്ച് ഒതുങ്ങി ബാക്കിയുള്ളവരെ പോലെ എടുത്തൊരു കമന്റ് പറയുന്ന ഒരു ക്യാരക്ടർ ഒന്നും അല്ല വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ. വിഷ്ണു കുറച്ച് ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ടും ആണ്. എന്നാ കൂട്ടത്തിൽ നിൽക്കുമ്പോ കുറച്ച് അവൻ്റെതായ ആ കൂട്ടത്തിൽ മാത്രമേ അവനുള്ള പരിപാടി. അപ്പോ എനിക്ക് തോന്നുന്നു എന്റെ കുറച്ചുകൂടെ സ്ട്രോങ് സോൺ തമാശയാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല ഇതെന്താണെന്ന്. ഇപ്പൊ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ തമാശ കാണിക്കത് പറയൂ ഇല്ല, എനിക്കറിയില്ല. കംഫർട്ട് എന്തും ചെയ്യാൻ ഇഷ്ടമാണ്, എന്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തും ചെയ്യാൻ ഇഷ്ടമാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി. എന്റെ ഇങ്ങനെ ഇന്നത് തമാശ വിഷമം അങ്ങനെയൊന്നുമില്ല. ഇപ്പോ ജയമഹേന്ദ്രനില് മഹേന്ദ്രന്റെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു കറണ്ട് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിനെ ഡീൽ ചെയ്യുന്നത് ആണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഇനിയും ആളുടെ ലൈഫിലേക്ക് കൂടുതൽ നമുക്ക് ഒരു പ്രവേശനം ഉണ്ടാവോ? എങ്ങനെയാണ്, അതായത് ഇനി അടുത്ത സീസൺ ഉണ്ടാവോ? നമ്മൾ ഷൂട്ടിങ്ങിന് മുമ്പേ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ഈ ക്യാരക്ടറിനെ എങ്ങനെ എവിടം വരെ എത്തിക്കാം എന്നുള്ളത്. ശരിക്കും വെബ് സീരീസ് നമ്മൾ പിച്ച് ചെയ്യുമ്പം സോണി ലിവ് പ്ലാറ്റ്ഫോം അവരുടെ ടീമുണ്ട്, കണ്ടന്റ് ടീമുണ്ട് കേരളത്തിൽ. അനു, ദീപ, രാജേഷ് എന്നൊക്കെ പറയുന്നത്. രാജേഷാണ് നമ്മുടെ സൂപ്പർവൈസിങ് പ്രൊഡ്യൂസർ ആയിരുന്നു.
അപ്പം ഇവരുടെ ഇന്റേണലി ഇവർക്കൊരു ഐഡിയ ഉണ്ട്. ഐ മീൻ ഇവർ നോക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ മെയിൻ ക്യാരക്ടർ അല്ലെ ഈ സെറ്റ് ഓഫ് മെയിൻ ക്യാരക്ടേഴ്സ് എങ്ങോട്ടൊക്കെ വലുതാവാം, എത്രമാത്രം ഇതിന് ഇതുണ്ട്, ഇവർ ഈ സീസണിലൂടെ തീർന്നു ഇതിന്റെ കഥ, അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ആദ്യമേ അറിയായിരുന്നു, ഈ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമുക്ക് ഇനിയും വലുതാക്കാം, അയാളുടെ ജേണിക്ക് ഇനിയും ഒരു ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്കറിയായിരുന്നു. നമ്മളൊരു സെക്കൻഡ് സീസൺ നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് സോണിക്ക് നമ്മൾ പിച്ച് ചെയ്തിട്ടുമുണ്ട്. ആഫ്റ്റർ റിലീസ് നമുക്ക് ഡിസൈഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോ എന്തായാലും എല്ലാവർക്കും ജയമഹേന്ദ്രൻ ഇഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു താങ്ക് യു വെരി മച്ച്. താങ്ക് യു.